കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് ഒരു ആൾ മരിച്ചു. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് പൊതുവിൽ വരുന്ന എല്ലാ വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതായത് മന്ത്രിമാരടക്കം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ട് അവിടെ ജനങ്ങൾ, അവിടെ ചുറ്റുമുള്ളവരൊക്കെ പറയുകയാണ്, ഇതാ ഇങ്ങനെ ഒരു അപകടം നടന്നു, അതിൻ്റെ അകത്ത് ഒരാളുണ്ട്, ആൾക്കാർ കുടുങ്ങിയിട്ടുണ്ടാവും, നിങ്ങൾ അതിനെ പറ്റിയിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തണം, ഇതെല്ലാം പറയുമ്പോഴും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു നിലപാടെടുത്ത മന്ത്രിമാർ. എന്നാൽ കേരളം വളരെ ആശങ്കയോടുകൂടിയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അലംഭാവം ഈ പറയുന്ന ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? കോട്ടയം മെഡിക്കൽ കോളേജ് അത്രയൊക്കെ ദ്രവിച്ച് നശിക്കാറായിരിക്കുകയാണോ? അല്ല, കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ശോചനീയ അവസ്ഥയാണ്. കാരണം പഴയ മെഡിക്കൽ കോളേജ് ആണല്ലോ, ഏറ്റവും പഴയതും ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുള്ളതും ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്നതും ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെ സ്ഥലപരിമിതിയും അശുചി മുറികളെല്ലാം പഴയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പരിമിതിയിലും ഈ രോഗികൾ അവിടെ പോവുകയും ചികിത്സ തേടുകയും അവരുടെ പല രോഗികൾക്കും നല്ല ചികിത്സ കിട്ടുകയും ചെയ്യുന്നത്. കാരണം ഡോക്ടേഴ്സ് അവിടെയുള്ള ആളുകൾ വളരെ മിടുക്കരായിട്ടുള്ള ഡോക്ടേഴ്സാണ്, കമ്മിറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. ഒരു ദിവസം തന്നെ എത്രയോ സർജറികൾ ചെയ്യുന്ന ആളുകളാണ്. നല്ല ന്യൂറോ സർജന്മാരുണ്ട്. എല്ലാ അർത്ഥത്തിലുള്ള എല്ലാ സ്പെഷ്യലിസ്റ്റുകളുമുള്ള ഒരു മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പം അവിടുത്തെ കെട്ടിടങ്ങൾ ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായ ഒരു വിഷയമല്ല, അത് വളരെ നേരത്തെയുള്ളൂ. ഇപ്പം മന്ത്രിയുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ 2013 ഈ പറഞ്ഞ കെട്ടിടം ദ്രവിച്ചിരിക്കുന്നെന്നും അവിടെ ആരെയും അഡ്മിറ്റ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞ് റിപ്പോർട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അതിനുശേഷം മന്ത്രി പറഞ്ഞത് 2016 അത് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഉണ്ടായത്. അതായത് ഈ സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ കാലത്താണ് എന്നാണ് മന്ത്രി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിലുള്ളൊരു വിഷയം അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞത് അവിടെ ആരെയും അഡ്മിറ്റ് ചെയ്യുന്നില്ല, അവിടേക്ക് ആരും കടക്കുന്നില്ല. ഈ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ട് മാറിയത്. അതെന്ന് വെച്ചാൽ മന്ത്രിമാർക്ക് അറിയില്ലല്ലോ അവിടെ ആരെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടേക്ക് ആരെങ്കിലും പോകാൻ സാധ്യതയുണ്ടോ എന്ന് മന്ത്രിമാർക്കറിയില്ല. അത് ബ്രീഫ് ചെയ്ത സൂപ്രണ്ടിനെയാണ് യഥാർത്ഥത്തിൽ തെറ്റ്. അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഞാൻ വീഡിയോയിൽ കാണാൻ കഴിഞ്ഞിട്ട് ഈ സൂപ്രണ്ട് അതിനുശേഷവും അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നും അവിടെ ആരും ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് കള്ളം പറയായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ബാത്റൂം ആ വാർഡിലുള്ള എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഈ സ്ത്രീയും അവിടെ കൈ കഴുകാൻ പോയതാണ്. ആ വാർഡിൽ തന്നെ ആ കെട്ടിടത്തിൻ്റെ വിവിധ നിലകളിലായിട്ടുള്ള വാർഡുകളിൽ ധാരാളം പേഷ്യൻസ് അവിടെ ഉണ്ട്. എന്നുവെച്ചാൽ ആ കെട്ടിടത്തിൻ്റെ ആ ഭാഗം ഇടിഞ്ഞു വീണു എന്നത് ഒരാളെ മരിച്ചുള്ളൂ എന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ കുറച്ചും കൂടി ഭാഗം ഉണ്ടായിരുന്നെങ്കിൽ വലിയ കാഷ്വാലിറ്റി ഉണ്ടായിരുന്നെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗികൾ അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് ഡോക്ടറെ അവിടുത്തെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഓപ്പറേഷന് ശേഷം പോസ്റ്റ് ഓപ്പറേറ്റീവ് രോഗികളെയാണ് അവിടെ ചെയ്തത്. അവർക്ക് ഓടാനോ എണീക്കാനോ ഒന്നിനും പറ്റാത്ത സാഹചര്യത്തിൽ കിടക്കുന്ന രോഗികളാണ്. ആ രോഗികളെ പോലും അഡ്മിറ്റ് ചെയ്യുന്ന ആ വാർഡിൽ അത് ഈ കുട്ടിയും ഈ മരിച്ച സ്ത്രീയുടെ ബിന്ദുവിൻ്റെ മകളും അവിടെ അതേ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നിട്ടും സൂപ്രണ്ട് അവിടെ ആരും ഉണ്ടാകില്ല എന്ന് പറയാനുള്ള കാരണം എന്തായിരുന്നു? ശരിക്കും കൊലപാതകത്തിന് യഥാർത്ഥത്തിൽ സൂപ്രണ്ടിനെതിരെ കേസെടുക്കുകയാണ് വേണ്ടത്. കാരണം മനഃപൂർവ്വമായിട്ട് അദ്ദേഹം അയാളുടെ തെറ്റ്, കാരണം അയാളുടെ ലാച്ചസ് അയാൾ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ സ്ത്രീ മരിച്ചത്. അല്ലെങ്കിൽ കുറച്ചു മുൻപേ ഈ സംഭവം ഉണ്ടായി അപ്പം തന്നെ ഈ പരിശോധനകൾ നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സ്ത്രീയെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് ഈ എല്ലാവരും വിശ്വസിക്കുന്നത്. അവിടെ ചെന്ന ചാണ്ടി ഉമ്മന ആണെങ്കിലും അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഭയങ്കര വികാരപരമായിട്ടാണ്. എൻ്റെ കൈ കൊണ്ടൊന്നും മാന്താൻ എനിക്ക് തോന്നിയില്ലല്ലോ എന്ന് പറയാം. കാരണം JCB വരുന്നില്ല. ഇപ്പം എങ്ങനെ JCB വന്നത്? അപ്പോഴാണല്ലോ നമ്മൾ അവിടെ വന്ന ഫയർഫോഴ്സും എല്ലാവരും വെറുതെ നിൽക്കാറുണ്ട്. കാരണം ഫോർ ഓർഡർ, അവർക്ക് ഓർഡറിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ മന്ത്രി വാസവൻ്റെ ഭാഗത്താണെങ്കിലും വീണ ജോർജിൻ്റെ ഭാഗത്താണെങ്കിലും അവർ വന്നു ഇൻ ടൈം അവരവിടെ വന്നു. പക്ഷേ വന്നതിന് ശേഷം സൂപ്രണ്ടിൻ്റെ ഈ ബ്രീഫിങ്ങിന് ശേഷം ഇവർ ആത്മാർത്ഥമായി വിശ്വസിക്കണം അവിടെ ആരുമില്ലാന്ന്. മനസ്സിലായോ? പക്ഷേ അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് ചാണ്ടി ഉമ്മനും ആളുകളും ഈ ബിന്ദു എന്ന സ്ത്രീനെ കാണില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പിന്നീട് ഈ തെരച്ചിൽ അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജുകളുടെ ഇപ്പം നമ്മൾ എറണാകുളത്തെ പുതിയ ഒരു മെഡിക്കൽ കോളേജ് ഒഴിച്ച് ബാക്കി എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും
ഒരു ഇൻഫ്രാസ്ട്രക്ചർ സാഹചര്യങ്ങൾ സർക്കാർ ഗൗരവമായി പരിശോധിക്കേണ്ടത് തന്നെയാണ്. അതായത് ഇതൊരു ദുരന്തം ഉണ്ടാകുന്നു, ആ ഉണ്ടാകുന്ന ദുരന്തത്തിൻ്റെ പ്രശ്നത്തെക്കാളേറെ അത് പരിഹരിക്കാനായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നതിലുള്ള വീഴ്ചയാണ് അവിടെ വന്നത്. ഈ മന്ത്രി വീണ ജോർജിന് തീരെ മനസ്സിലാകാത്തതൊന്നും അല്ലല്ലോ ഇങ്ങനൊരു പ്രശ്നമുണ്ടായാൽ അവിടെ പരിശോധിക്കണം. പ്രാഥമികമായിട്ട് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ എന്ന് പറയും എല്ലാ കാര്യത്തിനകത്തുമുണ്ട്. ഒരു അപകടമുണ്ടായാൽ അവിടെ സ്വാഭാവികമായിട്ട് ആരും ഇല്ല എങ്കിൽ തന്നെയും ഒരു തിരച്ചിൽ നടത്തുക എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്ന കാര്യമില്ല. അതെന്തുകൊണ്ടാണ് അതാണ് ഞാൻ അവിടെ മന്ത്രിമാർ വാശി പിടിച്ചു എന്നുള്ളതാണ്. മന്ത്രി അവിടെ തെരച്ചിൽ നടത്തുന്നത്. കാരണം അവിടെ അതായത് സൂപ്രണ്ട് ബ്രീഫ് ചെയ്യാനുള്ള അവിടെ ആരും ഇല്ല, അവരാരെയും അഡ്മിറ്റ് ചെയ്യില്ല, ആരും ഉപയോഗിക്കാത്ത കെട്ടിടമാണ്, അല്ലെങ്കിൽ വേസ്റ്റ് ഇടുന്ന സ്ഥലം, അവിടെ ഒരു വേസ്റ്റും കണ്ടില്ല. അതാണ് ഏറ്റവും ഈ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ വേസ്റ്റ് അല്ലാത്ത വേറെ വേസ്റ്റ് അവിടെ കണ്ടില്ല. അപ്പൊ അവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയേണ്ടത് ആരാണ്? കാരണം അവിടുത്തെ പേഷ്യൻസിനോട് ഇവർ ചോദിക്കണം. അവിടെ ആ വാർഡിലൊന്ന് കയറി ഇവർ കാണണ്ടേ? അവിടെ പേഷ്യൻസ് ഉണ്ടല്ലോ, അവർ സ്റ്റിൽ അവിടെ കിടക്കുന്നവരാണ്. ആ പേഷ്യൻസിനോട് ചോദിക്കണ്ടേ ഇവർ, ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ, അവിടേക്ക് ബാത്റൂം ഉണ്ടോ, ഈ ഇടിഞ്ഞ കെട്ടിടത്തിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നോ, ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ എന്ന് ഇവർ ചോദിച്ചില്ല എന്ന് പറയുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞത്. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇവിടെ വന്ന് പത്രക്കാരോട് ബ്രീഫ് ചെയ്ത് ഇനി പരിശോധനയുടെ ആവശ്യമില്ല എന്ന് അവർ ഡിക്ലെയർ ചെയ്താണ് അവരുടെ തെറ്റ്. അവിടെ പരിസരത്ത് ആരോടും അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന രോഗികളോട് അവർ അന്വേഷിക്കുന്നില്ല. ആ രോഗികളോട് അന്വേഷിച്ചാൽ മതിയായിരുന്നു. അവിടെ ഓൾറെഡി അവിടെ രോഗികളുണ്ട്, അവരോട് അന്വേഷിച്ചാൽ മതിയായിരുന്നു. അവരത് ചെയ്തില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ആ വിഷയം പറഞ്ഞു, ഡോക്ടർ ഹാരിസ് പറഞ്ഞ വിഷയം, നമ്മളുടെ വിമർശനങ്ങളെ ഒന്നും ഒരു പ്രശ്നമില്ല, ഞങ്ങളെ ഏറ്റവും മിടുക്കരാണ് എന്ന് പറയുന്നതല്ല ശരിയായ രീതി എന്ന് പറഞ്ഞത്. ആർക്കാരും ഈ സൊസൈറ്റി പൂർണ്ണമൊന്നുമല്ല, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും പൂർണ്ണമല്ല. സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ് എനിക്ക്. ഞാനിപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയും എറണാകുളത്തെ മറ്റു ഹോസ്പിറ്റലുകളും താലൂക്ക് ഹോസ്പിറ്റലുകൾ എന്തിന് PHCകൾ വരെ വളരെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമം നടന്നിട്ടുണ്ട്. പക്ഷെ മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിൽ സർക്കാരിന് വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അത് പല മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചും കാരണം ഒരുപാട് പൈസ വേണ്ടത് തന്നെയാണ് മെഡിക്കൽ കോളേജ്. മാത്രമല്ല നേരിട്ട് സർക്കാർ ഇപ്പം നമ്മളുടെ പുതിയ സിസ്റ്റം അനുസരിച്ച് ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായ സിസ്റ്റം എന്ന് പറഞ്ഞത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുത്തു. മെഡിക്കൽ കോളേജ് മാത്രമാണ് സർക്കാരിൻ്റെ കീഴിലുള്ളത്. അപ്പം സർക്കാർ ആരോഗ്യ മേഖലയിൽ പണം മുടക്കാൻ പറ്റാത്ത ഒരു നയപരമായിട്ടുള്ള വിഷയം തന്നെ സർക്കാർ നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടി അതേസമയം പരിമിതിയിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇത് ആദ്യം ചെയ്യേണ്ട എന്താ, ഇത്തരം പൊളിഞ്ഞു വീഴാറായിട്ടുള്ള പുതിയ പുതിയ കെട്ടിടങ്ങൾ വെക്കുന്നതിന് പകരം പൊളിഞ്ഞു വീഴാറായിട്ടുള്ള കെട്ടിടങ്ങൾ 2013 ഇത് പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്നൊരു റിപ്പോർട്ട് വരുമ്പോൾ പിന്നെയും അവിടെ രോഗികൾ അഡ്മിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള മിനിമം ഒരു ഉത്തരവാദിത്തമെങ്കിലും അവർ കാണിക്കേണ്ടതായിരുന്നു. അങ്ങനെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ആരുമില്ല, ഇവിടെ ആ കെട്ടിടം അത്ര കുഴപ്പമുള്ള കെട്ടിടം ആയിരുന്നില്ല എന്ന് ഡിക്ലെയർ. അപ്പൊ ഈ സ്ത്രീ മരിച്ചില്ലായിരുന്നെങ്കിൽ ഇവരിതെല്ലാം മൂടി വയ്ക്കുമായിരുന്നു അല്ലേ? ഇപ്പൊ മരിച്ചതുകൊണ്ടാണ് നമ്മളിതെല്ലാം ഇതിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു കാര്യത്തിന് രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഒന്നല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് നമ്മൾ പല സ്ഥലത്തും പല രോഗികളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ അവസ്ഥ ശോചനീയമാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എന്നാൽ അവിടെ കിട്ടുന്നത് മികച്ച ചികിത്സയുമാണ്. അതാണല്ലോ അതിൻ്റെ വിഷയം. അപ്പം അതുകൊണ്ട് ആ മികച്ച ചികിത്സ ഇപ്പോൾ ഡോക്ടർ ഹാരിസ് പറഞ്ഞതും അത് തന്നെയാണ്. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ഉപകരണങ്ങളുടെ കുറവുണ്ട്. ഇതിന് സർക്കാർ കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്ന് മാത്രമല്ല അയാൾ പറഞ്ഞുള്ളൂ. ഇവർ സൂപ്രണ്ട് എഴുതിയാലും ആരെഴുതിയാലും ഇത് അനുവദിച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്നതാണ്. അപ്പം എന്ത് കാര്യത്തിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അതൊരു പ്രശ്നം. ഇപ്പം എന്തുകൊണ്ട് കിഫ്ബിനെ ആശ്രയിക്കേണ്ടി വരുന്നത്? സർക്കാരിന് ഇത്തരം കാര്യം സർക്കാരിൻ്റെ ഫണ്ടെല്ലാം സർക്കാർ എടുത്ത ലോണിൻ്റെ പലിശയായിട്ട് പോവാണ് ഒരു കാര്യം. എത്ര ലക്ഷക്കണക്കിന് കോടിയാണ് നമ്മൾ ലോൺ എടുത്ത് ആരെങ്കിലും പലിശ വാങ്ങിക്കാണ്ടിരിക്കുമോ? ഒരു പലിശ ഇല്ലാത്ത ഒരു ലോണൊന്നും നമുക്ക് നിലവിലില്ല. ഞാൻ 2 സ്വർണം തന്നെ പണയം വെച്ചിട്ട് നമ്മൾ പലിശ അടച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതൊരു സംവിധാനത്തിലും ഈ പലിശയ്ക്ക് പണമെടുത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണ് ഇതിൽ ഒരു പ്രധാന. ഇവരെന്താ രാഷ്ട്രീയ ഭരണത്തിലിരിക്കുന്ന ആളുകളോ ഇനി ഭരണത്തിൽ വരാൻ പോകുന്ന ആളുകളോ പരസ്പരം കുറ്റപ്പെടുത്തല്ലല്ലോ ഇതിൻ്റെ വേണ്ടത്. ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിമർശനങ്ങളെ കാര്യക്ഷമമായി പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇനിയിപ്പോൾ വീണ ജോർജ് അവിടെ എത്തി, മന്ത്രി വാസവൻ അവിടെ എത്തി, ആരുമില്ല എന്ന് ഉറപ്പാക്കുക എന്ന് പറയുന്നതാണ് രക്ഷാപ്രവർത്തനം അല്ലേ?
ആരുമില്ല. ഒരാൾ പറഞ്ഞു അവിടെ ആരും ഉണ്ടാവാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷെ ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്തം എന്താ? അവിടെ ആരുമില്ല എന്ന് ഉറപ്പാക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.